കേട്ടോ നമുക്കിനി ആ ഒരു ഭാഗം നോക്കുകയേ വേണ്ട. കാരണം എന്നാലും നമുക്ക് ഇവിടെ ഒടിഞ്ഞ് അങ്ങോട്ട് പോകുകയുള്ളൂ. കാരണം ഈ ഭാഗം അങ്ങോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഒടിഞ്ഞ് കിട്ടത്തുള്ളൂ. കണ്ട ഇനിയിപ്പോൾ നമ്മൾ അവിടെ തട്ടുന്നില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. റൈറ്റ് സൈഡിലെ മിററിൽ നോക്കി, കാരണം ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. മിററിൽ നോക്കി ബാക്കിലേക്ക് ഇറങ്ങാം. ക്ലച്ചുള്ള കാരണത്താൽ നമ്മൾ ഒരു കാരണവശാലും ക്ലച്ച് നിർത്തിയുള്ള സ്ഥലത്ത് ഓടിപ്പോകരുത്. കണ്ട സ്പേസ് കുറഞ്ഞ സ്ഥലമാണ്. അതുപോലെ തന്നെ അവിടെ എല്ലാം സ്ലോപ്പ്, 2 സ്ലോപ്പ് ഉണ്ട്. അതുകൊണ്ട് ഓടാതെ തന്നെ കൃത്യമായിട്ട് ഇതേപോലെ പോയാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തും. ഒരു കയറ്റം കൊണ്ടാണ്, സ്ലോപ്പ് കയറ്റമാണ്. അവിടെ സ്ലോപ്പ് കയറ്റം കാണുന്നതനുസരിച്ച് ചെയ്യണം. നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു സ്പേസ് കാണുന്നതനുസരിച്ച് വണ്ടി അങ്ങോട്ട് കയറണം കേട്ടോ. അപ്പോൾ കയറി വരുന്നതനുസരിച്ച് നല്ല കയറ്റമാണ്. അപ്പോൾ നിങ്ങൾ കയറ്റമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ക്ലച്ച് നിർത്തുകൊണ്ട് പോകരുത്. പതിയെ ക്ലച്ച് താങ്ങി കയറുക. കണ്ടാ കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ കയറാം. ഇപ്പോൾ അടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ വലിയ വാഹനമാണ്, സ്പേസ് കുറഞ്ഞ സ്ഥലത്തോട് ഇടുങ്ങിയ സ്ഥലത്ത്. ഞാൻ ഈ വഴികളെല്ലാം കാണിക്കാം. ഇങ്ങനെയുള്ള സമയത്ത് കറക്റ്റായിട്ടൊരു വാഹനം, തിരിച്ചൊരു വാഹനം എടുക്കാൻ പേടിയാണ്. ഇന്ന് ക്ലാസ് നടക്കുന്നത്. ഈ സ്ഥലത്തിന് പേരെന്താ? പൂജപ്പുര. തിരുവനന്തപുരം ജില്ല പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്കും ഇതുപോലെ ഒരു വാഹനം ഇതുപോലെ ഇതുണ്ടല്ലേ, സ്പേസ് ഞാൻ കാണിച്ചു തരാം. കണ്ട ആ ഒരു വണ്ടി കിടക്കത്തേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത് കണ്ട നമുക്ക് ഇങ്ങോട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാം. പക്ഷെ നമ്മൾ ഇറങ്ങി വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓടിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു സൈഡ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒടിച്ചിറക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇറങ്ങി വരുമ്പോൾ കൃത്യമായിട്ട് എങ്ങനെയൊക്കെയാണ് ഒടിച്ചിറങ്ങേണ്ടത്, അതുപോലെ തന്നെ എവിടെ വരുമ്പോൾ ഓടിക്കണം, ഇതൊരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയത്തില്ല. എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ഉള്ളത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതുണ്ടല്ലോ, ഇപ്പൊ ഞാൻ ആള് ഇപ്പൊ റിവേഴ്സ് ഇട്ടു, വാഹനം ബാക്കിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഒരു കാരണവശാലും ഈ സ്പേസ് കുറഞ്ഞ സ്ഥലത്തോട്ട്, കാരണം ഇവിടെ പൈപ്പുകൾ നിപ്പുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ സ്ലോപ്പാണ്. ഇത് ഒരു കാരണവശാലും നമുക്ക് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഗ്യാപ്പുകൾ തോന്നുന്നത് നമുക്ക് തോന്നാം. പക്ഷെ നമുക്ക് ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഒന്നില് ഇവിടെ വണ്ടി കറക്റ്റായിട്ട് കിടക്കത്തില്ല, അതുപോലെ തന്നെ നമുക്ക് തിരിക്കാൻ കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇപ്പൊ ഇവിടെ കൃത്യമായിട്ട് കിട്ടുമ്പോൾ വണ്ടി സ്ലോപ്പ്, ക്ലച്ചിന്റെ കൺട്രോള്, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു റിസ്ക് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം. ഇപ്പൊ ഞാൻ ആളിനോട് വണ്ടി എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പൊ ആള് എന്ത് ചെയ്തു, വണ്ടി എടുക്കുന്നതിനനുസരിച്ച് വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടിയുടെ ഫ്രണ്ടിനെ വലത്തേക്ക് ആക്കി മുൻപോട്ട് പോകുന്നു. നമുക്ക് മുൻപോട്ട് എടുത്ത് ഇപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് ഒന്നുകൂടെ കറക്റ്റായിട്ട് ചേർന്ന് വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് കൃത്യമായിട്ട് ഇങ്ങോട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ടിനെ വലത്തേക്ക് കൊണ്ടുവന്നു. ഈ വലത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം വീണ്ടും നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു സൈഡിന് നമ്മൾ നേരെ ചേർന്ന് തന്നെ വരുന്നതിനനുസരിച്ച് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ചു. ഫ്രണ്ട് ഭാഗം തട്ടുന്ന ആ ഒരു പോർഷൻ വരുമ്പോൾ വീല് സ്വല്പം നിവർത്തി കൊടുക്കുക. വീല് നിവർത്തി ഇറങ്ങി വീണ്ടും അവിടെ ഗ്യാപ്പ് കിട്ടുമ്പോൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എങ്ങോട്ടാ ചേരണ്ടേ? ഇതല്ലേ അവിടെ തട്ടുന്ന കണ്ട വീല് നമ്മൾ നേരെ ആക്കുക. കണ്ട നിങ്ങൾ ഇവിടെ ഈ ഭാഗം നോക്കിയാൽ കണ്ട, എന്നാൽ മാത്രം നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ കറക്റ്റ് ടൈറ്റ് ആണ്. എന്നിട്ട് വീണ്ടും ബൈക്കിലേക്ക് ഇറങ്ങുക. കണ്ടല്ലേ, വീണ്ടും നമുക്ക് അവിടെ ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് മാത്രമേ പിന്നെ ഓടിച്ചു കൊടുക്കുക. ഇറങ്ങി നോക്കുക. ഗ്യാപ്പ് കിട്ടുന്നത് വീണ്ടും നമ്മൾ ലെഫ്റ്റ് തിരിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ആ ബാക്കിലോട്ട് ഇറങ്ങി വരുന്നതോറും തട്ടുന്ന കണ്ട വീല് നീർത്തി കൊടുക്കുക. കണ്ട നമുക്ക് ഈ ഭാഗത്തേക്ക് ഒടിഞ്ഞ് കയറി വരണം. അല്ല നമുക്ക് ഈ ഭാഗത്ത് കണ്ടല്ല, ഇത് ഇത്രയും സ്ഥലമേ ഉള്ളൂ. ഈ ഒരു വണ്ടി ഇവിടെ ഇങ്ങനെ കിടക്കില്ല. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് ഒടിഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ കാരണം ഒടിവും കുറവാണ് വണ്ടിക്ക്. ഗ്യാപ്പ് കിട്ടുന്നത് വീണ്ടും ഓടിക്കുക. കാരണം നമുക്ക് ഫുള്ളായിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. ഇവിടെ പൈപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചേർന്ന് തട്ടുന്നു എന്ന് കണ്ട നമുക്കിപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നോക്കുക വേണ്ട. കറക്റ്റായിട്ട് ആ വണ്ടിയുടെ കിടക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നോക്കി ഗ്യാപ്പ് കിട്ടുമ്പോൾ വീണ്ടും ഓടിച്ചു കൊടുത്ത് വീണ്ടും ഇറങ്ങിയില്ല. തട്ടുന്നതെന്ന് കണ്ടാൽ വീണ്ടും നമ്മൾ നിർത്തി കൊടുക്കുക. നമ്മൾ ഈ ഭാഗം നോക്കുക വേണ്ട. തട്ടുന്നു കണ്ടാൽ വീണ്ടും നിർത്തിക്കോണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, പിന്നെ ഓടിപ്പോകരുത്. കണ്ടാ കറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ തട്ടാതെ ഇറങ്ങുകയും ചെയ്യും. ഗ്യാപ്പ് കിട്ടുന്നത് പിന്നെ ഓടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഒടിഞ്ഞ് കിട്ടൂ. നമുക്കിനി ആ ഒരു ഭാഗം നോക്കുകയേ വേണ്ട. കാരണം എന്നാലും നമുക്ക് ഇവിടെ ഒടിഞ്ഞ് അങ്ങോട്ട് പോകുകയുള്ളൂ. കാരണം ഈ ഭാഗം അങ്ങോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഒടിഞ്ഞ് കിട്ടത്തുള്ളൂ. കണ്ട ഇനിയിപ്പോൾ നമ്മൾ അവിടെ തട്ടുന്നില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല. റൈറ്റ് സൈഡിലെ മിററിൽ നോക്കി, കാരണം ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കേണ്ട കാര്യമേ ഇല്ല. റൈറ്റ് സൈഡിലെ മിററിൽ നോക്കി ബാക്കിലേക്ക് ഇറങ്ങാം. ക്ലച്ചുള്ള കാരണത്താൽ നമ്മൾ ഒരു കാരണവശാലും ക്ലച്ച് നിർത്തിയുള്ള സ്ഥലത്ത് ഓടിപ്പോകരുത്. കണ്ട ബാക്കിലേക്ക് നമുക്ക് ആ ബാക്കിലെ സ്പേസ് കിട്ടുന്നിടം വരെ നമ്മൾ കറക്റ്റായിട്ട് ബാക്കിലേക്ക് പോവാം. നമുക്ക് സ്പേസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് മുൻപോട്ട് എടുക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ ബാക്കിലോട്ട് പോകുന്നത് എന്തായാലും തട്ടുന്ന ഒരു ഭാഗം കാണാത്തതുകൊണ്ട് നമുക്ക് ആ വിടവ് കിട്ടുമായിരിക്കും. അതുകൊണ്ട് ബാക്കിലോട്ട് കിട്ടുന്നിടം വരെ ബാക്കിലേക്ക് പോവാം. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം നോക്കേണ്ട കാര്യമേ വരുന്നില്ല. അവിടെ കറക്റ്റായിട്ട് തന്നെ വണ്ടി ഇറങ്ങുന്നുണ്ട്. വിടവ് കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ നിർത്തി കൊടുത്താൽ വണ്ടി നേരെയാണെന്ന് അർത്ഥം. കണ്ടില്ലേ? ഇപ്പൊ ഈ വണ്ടി വീല് അവിടെ ആളിന് വിടവ് കണ്ടു കഴിഞ്ഞപ്പോൾ ആള് നിർത്തി കഴിഞ്ഞപ്പോൾ കറക്റ്റായി. വീല് നേരെ ആക്കിക്കൊണ്ട് എന്ത് ചെയ്യാ, മുൻപോട്ട് പോവാ. കണ്ട അപ്പൊ നമ്മൾ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ക്ലച്ചുള്ള കാരണത്താൽ നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്തേ, നമ്മുടെ സ്പേസ് കുറഞ്ഞ സ്ഥലമാണ്. അതുപോലെ തന്നെ അവിടെ എല്ലാം 2 സ്ലോപ്പ് ഉണ്ട്. ക്ലച്ച് തന്നെ ചെറുതായിട്ട് നമ്മൾ ആ സൈഡ് താങ്ങേണ്ടി വരും. അപ്പൊ നമ്മൾ ക്ലച്ച് എടുത്തുകൊണ്ട് ഓടാതെ തന്നെ കൃത്യമായിട്ട് ഇതേപോലെ പോയാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തും നമുക്ക്
പതുക്കെ പതുക്കെ വണ്ടി എടുത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഓടരുത് എടുത്തേണ്ട വണ്ടി. അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ക്ലച്ച് എടുത്തോണ്ട് ഓടാതെ നിങ്ങൾ ക്ലച്ചിൽ തന്നെ. അപ്പൊ നമുക്ക് ക്ലച്ചിൽ തന്നെ വണ്ടികൾ മൂവ് ആകുന്നുണ്ട്. വണ്ടി ഇത് കണ്ടില്ല. ഇപ്പൊ ആ റോഡ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഞാനത് മുമ്പോട്ട് ആളെ എടുത്തതിന് ശേഷം ഞാനത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ബാക്കിലേക്ക് വരുന്നതനുസരിച്ച് നമുക്കറിയാൻ മനസ്സിലാവും അത് സ്ലോപ്പ് കയറ്റം ഉണ്ടായിട്ടാണ് അത് ബാക്കിലേക്ക് വരുന്നത്. എന്ത് ചെയ്യണം, നമ്മൾ ആ ക്ലച്ച് പതുക്കെ കൊണ്ട് നിർത്തണം ആദ്യം. എന്നിട്ട് നമ്മൾ ബ്രേക്ക് ഒന്ന് മാറി ക്ലച്ച് എടുത്തോണ്ട് ഓടാതെ പയ്യെ മെല്ലെ ക്ലച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇതേപോലെ വണ്ടി മുന്നോട്ട് മൂവ് ആയി തരും. അതുപോലെ തന്നെ അവിടെ ഒരു സ്ലോപ്പ് ഉണ്ട്, കണ്ട കയറുന്നു. അതുകൊണ്ട് അവിടെ നമുക്ക് ആ റോഡ് ചെറിയ റോഡാണ്, കറക്റ്റായിട്ട് കാണുന്നവരെ അവിടെ കൊണ്ടുപോകാൻ കറക്റ്റായിട്ട് കൊണ്ട് നിർത്തുക. കണ്ട. അപ്പൊ നമുക്ക് വഴി കാണുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒടിച്ചു കൊടുക്കാവൂ. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും വഴി കാണാൻ നമ്മൾ ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡ് തട്ടും. കണ്ട, വഴി കാണുന്നതനുസരിച്ച് ആൾ ഒടിച്ചു കൊടുക്കുന്നത് കണ്ടു നോക്കാം. കാരണം ഇവിടെ എല്ലാം വണ്ടികൾ കിടപ്പുണ്ട്, കണ്ടില്ല. ആ സൈഡിൽ വണ്ടി കിടക്കുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കറക്റ്റായിട്ട് പോകണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ കണ്ട ക്ലച്ച് നിർത്തി ഓടാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു വാഹനം എവിടെയും നമുക്ക് ഓടിക്കാൻ കഴിയുന്നതാണ്. സ്പേസ് കുറഞ്ഞ സ്ഥലത്തും വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇന്നില്ല. ഞാനിപ്പോൾ ആളിനെ കൂടെ തന്നെ എടുപ്പിക്കുകയാണ്. കണ്ട. അപ്പൊ അതേപോലെ തന്നെ അവിടെ ചെല്ലുന്ന സമയത്തുണ്ട് അവിടെ സ്പേസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിർത്തി ഉണ്ട്. അവിടെ ഓട്ടോ വന്നു കണ്ടില്ല. എന്നാ സ്പേസ് കിട്ടി നമ്മൾ നിർത്തി കൊടുക്കണം. നമുക്ക് സ്പേസ് വണ്ടി പോകുന്നതിന് നമ്മുടെ നമ്മൾ വെപ്രാളം നിർത്തി ഒന്നും വെക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് സ്പേസ് കിട്ടുന്നതിനനുസരിച്ച് മാത്രം നിങ്ങൾ വണ്ടി എടുക്കുക. കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ കഴിയും. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള പ്രയാസങ്ങളാണ് വണ്ടി ഓടിക്കണമെന്ന് അതേ ആഗ്രഹമാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ക്ലച്ചിന്റെ കൺട്രോള്, അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ ബാലൻസ്, അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങൾ കാണുമ്പോൾ പേടിക്കുന്നുള്ളവരാണെങ്കിൽ ഏത് ജില്ലയിലാണ്, എൻ്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ കണ്ടതല്ലേ, ഇതുപോലെ നമുക്ക് ഒരു കയറ്റം കൊണ്ടാണ്, സ്ലോപ്പ് കയറ്റമാണ്. അവിടെ സ്ലോപ്പ് കയറ്റം കാണുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കാരണവശാലും എടുത്തോണ്ട് ഓടാതെ ആ വഴി കാണുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഒടിച്ചു കൊടുത്ത് കയറുക. കണ്ടില്ല, അവിടെ വണ്ടത് ഈ ഒരു സ്പേസ് കാണുന്നതിനനുസരിച്ച് വണ്ടി അങ്ങോട്ട് കയറാണ്. കേട്ടോ. അപ്പോൾ കയറി വരുന്നതനുസരിച്ച് നല്ല കയറ്റമാണ്. അപ്പോൾ നിങ്ങൾ കയറ്റമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ക്ലച്ച് നിർത്തോണ്ട് പോകരുത്. പതിയെ പതിയെ ക്ലച്ച് താങ്ങി കയറുക. കണ്ടാ, കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ കയറാം. ഇപ്പോൾ എടുത്തോണ്ട് വരുന്നതിനനുസരിച്ച് ഓടിക്കഴിഞ്ഞാൽ ഈ വണ്ടി അങ്ങ് പോകും. നമുക്ക് വണ്ടി കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. കൃത്യമായിട്ട് നമുക്കൊരു വണ്ടി ഇതുപോലെ നമുക്ക് എടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് നിർത്തോണ്ട് ഓടാതെ പോയി കഴിഞ്ഞാൽ ഏത് കയറ്റത്തോടെ എത്ര വളവിനാണെങ്കിലും നമുക്ക് ഇതുപോലെ സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലത്തൂടെ എന്ത് ചെയ്യാം, ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. കണ്ടോ, ഇതെല്ലാം നല്ല കയറ്റമാണ് ഇപ്പൊ കയറി പോകുന്നത്. കണ്ടോ, ക്ലച്ചുള്ള വണ്ടിയാണെങ്കിലാണെങ്കിൽ പലർക്കും പല പ്രയാസങ്ങളാണ് വീട്ടിൽ നിന്ന് ഇറക്കാൻ. വലിയ വണ്ടി, അതുപോലെ തന്നെ വണ്ടി ഓഫായി പോകും. മറ്റുള്ള വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കുന്നത് എങ്ങനെ, അതുപോലെ തന്നെ കണ്ടില്ലേ അവിടെ ഒരു ബൈക്ക് വരുന്നുണ്ട്. നമ്മൾ ക്ലച്ച് എടുത്തോണ്ട് ഓടാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈ തന്നെ വണ്ടി നിൽക്കും. നമ്മൾ ഈ ക്ലച്ച് എന്നൊക്കെ എടുത്തോണ്ട് ഓടിപ്പോകുന്നതുകൊണ്ടാണ് നമുക്ക് പേടികൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എൻ്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നടക്കുന്നു, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.